നമസ്കാരം. ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ആര് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ശത്രു ഇറാൻ തന്നെയാണ്. അതിൽ IRGC തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിന് പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം. ഇറാനെ എങ്ങനെ അടിച്ചാൽ ഇറാൻ തീരും എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം, ഒപ്പം ഇസ്രായേലിൻ്റെയും ആക്രമണം അതേ രീതിയിൽ തന്നെയാണ്. ആ രീതിയിൽ ആക്രമിക്കുവാനാണ് ഇവരുടെ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത്? ഇറാൻ അങ്ങനെ അത്ര പെട്ടെന്ന് കീഴടക്കാൻ പറ്റുന്ന ഒരു രാജ്യമൊന്നുമല്ല. ഇറാൻ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളെ പോലെ മരുഭൂമി പ്രദേശമല്ല. വളരെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പർവ്വത പ്രദേശങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ നേരിട്ട് കയറി ആക്രമിക്കുക എന്നത് അപ്രായോഗികമായ കാര്യം തന്നെയാണ് മറ്റേതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ഒരു പരിധിവരെ ഈ രീതിയിൽ വളരെയധികം ജോഗ്രഫിക്കലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അത്തരത്തിലൊരു സംരക്ഷണ കവചം ഒരുക്കിയിട്ടുള്ള രാജ്യമാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി സംരക്ഷണ കവചമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനെ ഈ രീതിയിൽ തകർത്തെറിയുക എന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത് തന്നെ. അല്ലാതെ വളരെയധികം ഇറാനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള അമേരിക്കയോ ഇസ്രായേലിനോടോ ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കുവാൻ ഇറാന് സാധിക്കുകയില്ല. വളരെ രഹസ്യമായിട്ട് മലമടക്കുകളിൽ യുറേനിയം സമ്പുഷ്ടീകരണം സൂക്ഷിക്കുവാൻ ഇറാന് കഴിയും. അത് തന്നെ ഇസ്രായേൽ കണ്ടെത്തിയത് മറ്റൊരു ഓപ്പറേഷൻ വച്ചിട്ടാണ്. വളരെ ടെക്നിക്കലായിട്ടുള്ള ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഇറാനിൽ നിന്ന് തന്നെ ഈ സ്പൈ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇറാൻ്റെ പഴയ പ്രസിഡൻ്റായ അഹമ്മദീനിജാദും ഇതേ രീതിയിൽ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ സ്പൈ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ ഒരു 6-7 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വിയോൺ റിപ്പോർട്ട് ചെയ്തതാണ്. അത് നിഷേധിച്ചു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വീട്ടുതടങ്കലിലാണ് എന്നുള്ളത് നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ മറിച്ചാണ് എന്നുള്ളതാണ് നിരീക്ഷകരടക്കം പറയുന്ന കാര്യം. അപ്പോൾ ഈ രീതിയിൽ ഇറാനിൽ ഒരു സ്പൈകളാൽ, അതായത് മൊസാദിൻ്റെ സ്പൈകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായും ഇറാന് അകത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം സ്പൈകൾ ധാരാളമായ രീതിയിൽ ഉള്ളത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിൻ്റെ പ്ലാൻ ഇറക്കാൻ അവർക്ക് സാധിച്ചത്. അതിൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ ഇതിനോടൊക്കെ തന്നെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയായ ഹെക്സേത്ത് ട്രംപിന് കൈമാറിയിട്ടുണ്ട്. അതായത് ഇറാനെ എങ്ങനെ ആക്രമിക്കണം. ആദ്യത്തെ ഘട്ടത്തിൽ ഹോർമൂസ് ആക്രമിക്കുക. ഹോർമൂസ് ആക്രമിച്ചതിന് ശേഷം ഇറാൻ്റെ എല്ലാ ആൾക്കാരെയും, അതായത് ഇറാന് സംരക്ഷണ കവചം ഒരുക്കുന്ന സേനയെ മുഴുവനായിട്ടും ഇതിൽ നിന്ന് കിലോമീറ്ററുകളോളം അപ്പുറത്തേക്ക് മാറ്റുക. ഇപ്പോൾ തന്നെ IRGCക്ക് അവിടെ നേരിട്ട് എത്താനുള്ള പോസിബിലിറ്റി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്. കാരണം ഹോർമൂസ് അമേരിക്കയുടെ ഏകദേശം കയ്യിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗം, അമേരിക്കയുടെ കണ്ണിൽ ആക്രമിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഖുസസ്താൻ മേഖലയാണ്. ഈ ഖുസസ്താൻ മേഖലയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ എണ്ണ ഉറവിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത്. ഈ എണ്ണ ഉറവിടത്തിലേക്ക് ആക്രമണം നടത്തിയാൽ ഇറാൻ പൂർണ്ണമായും തകരും. നേരത്തെ ഖാർഗ് മേഖലയിൽ നടത്തിയ ആക്രമണം പോലെയല്ല. ഈ മേഖലയിൽ നടത്തുന്ന ആക്രമണം ഇറാനെ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ഖുസസ്താൻ മേഖല, അത് മാത്രമല്ല മറ്റേറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് ഗൾഫ് ഐലൻഡുകളാണ്. ഇപ്പോൾ ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ്, അബു മൂസ ഐലൻഡ്, ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ അമേരിക്ക കീഴടക്കിയാൽ ഇറാൻ പൂർണ്ണമായും തകരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിൽ പിന്നെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ചഹബാർ പോർട്ടാണ്. ചഹബാർ പോർട്ടിൻ്റെ ചില പ്രത്യേക മേഖലയിൽ ആക്രമണം നടത്തുക. ഇതാണ് ഈ രീതിയിലുള്ളൊരു ആക്രമണത്തിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ അമേരിക്ക അവലംബിക്കുന്നത്. ഇത് തീർച്ചയായും ഇറാനെ പൂർണ്ണമായും തകർക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഇതിലൂടെ എങ്ങനെ അമേരിക്കയ്ക്ക് പോകാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള സ്പൈ നെറ്റ്വർക്കുകൾ കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയെടുക്കുവാൻ, ഇങ്ങനെയാണ് ഇറാനെ ആക്രമിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചതും ഈ ഇറാനകത്തുള്ള സ്പൈ നെറ്റ്വർക്കുകളാണ്. അഹമ്മദീനിജാദ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇറാൻ്റെ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആൾക്കാർ, ചില പ്രത്യേക ആൾക്കാർ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ പൂർണ്ണമായ ചില വിവരങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ പ്രേക്ഷകർക്ക് മുന്നിൽ അത് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ IRGCക്കകത്തും ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനകത്തും വളരെ നല്ല രീതിയിൽ സ്പൈ നെറ്റ്വർക്കുകളുണ്ട്. കാരണം പൊതുവിൽ ഇത്തരം ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അതായത് ആദ്യം മതത്തിന് വേണ്ടിയിട്ടൊക്കെ യുദ്ധം നടത്തുന്നു, മതമാണ് ഏറ്റവും പ്രധാനമെന്നൊക്കെ ഇവർ പറയും. പക്ഷേ അങ്ങനെയല്ല വാസ്തവം. ഇന്ന് പാകിസ്ഥാനിൽ അസിമുനീർ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. ഇപ്പോൾ സ്വിസ് ബാങ്കിലടക്കം വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, വലിയ രീതിയിൽ സേവിങ്സ് ഉള്ള ആളാണ് അസിമുനീർ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഒരു കോക്കസാണ് അവർക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സ്പൈ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയ്ക്കും വിജയിക്കുവാൻ സാധിക്കുന്നത് തന്നെ. എന്തായാലും ഇറാൻ്റെ ഈ ഒരു രീതിയിലുള്ള പോക്ക് തീർച്ചയായും ആ രാജ്യത്തെ ഉടൻ തന്നെ
അമേരിക്കയ്ക്ക് കാൽക്കീഴിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു ഘട്ടത്തോളം എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പക്ഷേ അത് ഉടനൊന്നും സാധിക്കില്ല. ഒരു 1-2 വർഷം തുടർച്ചയായുള്ള ആക്രമണം കൊണ്ട് തന്നെ പൂർണ്ണമായും ഇറാനെ വരുതിക്കകത്താക്കി ആക്കുവാനായിട്ട് പാകിസ്ഥാനും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചാൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു അറബ് രാജ്യവും കൂടി കീഴടങ്ങുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും.